കേട്ടറ്റിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാർട്ട് 1 വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിസ്കഷനാണ്. പാർട്ട് 1 എന്ന് പറയുമ്പോൾ ചൈൽഡ് സൈക്കോളജിയാണ്. പാർട്ട് 1 കാറ്റഗറി 1 പാർട്ട് 1 വരാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. സൈക്കോളജി എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിവിടെ വായിക്കാം. Which of the following is predominantly a hereditary factor? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തീർച്ചയായും ഒരു പാരമ്പര്യ ഘടകം ഏത് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? പാർട്ടിസിപ്പേഷൻ ഇൻ എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസ്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ സ്കൂൾ, കളർ ഓഫ് ദ ഹെയർ, ഹാബിറ്റ് ഓഫ് ദ സ്റ്റഡി. 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പരസ്പര ബന്ധിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവര്, വിദ്യാലയത്തോടുള്ള മനോഭാവം, തലമുടിയുടെ നിറം അല്ലെങ്കിൽ പഠന സ്വഭാവം. ഇതിലേതാണ് ഒരു പാരമ്പര്യ ഘടകമാകുന്നത് എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും എന്താണ്? കളർ ഓഫ് ദ ഹെയർ. പാരമ്പര്യ ഘടകമാകുന്നത് തലമുടിയുടെ നിറം തന്നെയാണ്. ദ ഫീലിംഗ് ആസ്പെക്ട് ഓഫ് ബിഹേവിയർ ഫോൾസ് ഇൻ ദ ഡാഷ് ഡൊമെയ്ൻ ഓഫ് ലേണിംഗ്. വികാരപരമായ ചിന്തകളുടെ ആസ്ഥാനമായ പഠനത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് എവിടെയാണ്? ഡാഷ്. എവിടെയാണ്? കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ, അഫക്റ്റീവ്, ഹയറാർക്കിക്കൽ. എവിടെയാണ്? വൈജ്ഞാനിക മണ്ഡലം. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞ വൈജ്ഞാനിക മണ്ഡലം, മനഃശാലക മണ്ഡലം, വൈകാരിക മണ്ഡലം, ഹയറാർക്കിക്കൽ മണ്ഡലം എന്നിവയാണ്. അതിൽ വൈകാരിക മണ്ഡലത്തിലാണ്, അഫക്റ്റീവ് മണ്ഡലത്തിലാണ് ചിന്തകളുടെ ആസ്ഥാനമായ പഠനത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്. Which region of the brain controls the complex mental activities such as thought, planning, etc.? ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളായ ചിന്ത, ആസൂത്രണം തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ പ്രധാന ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 കൊടുത്തിട്ടുണ്ട്. സെറിബെല്ലം, സെറിബ്രൽ കോർട്ടെക്സ്, ഹൈപ്പോതലാമസ്, തലാമസ്. ഇത്രയും ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ ചിന്തകളെയും ആസൂത്രണത്തെയൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോർ പ്രധാന ഭാഗം. In Kerala, at the lower primary level, to evaluate the children, we make use of. കേരളത്തിലെ ലോവർ പ്രൈമറി തലത്തിലുള്ള കുട്ടികളെ വിലയിരുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? 3 point ഡയറക്റ്റ് ഗ്രേഡിംഗ്, 5 point ഡയറക്റ്റ് ഗ്രേഡിംഗ്, 3 point അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, 5 point അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. ഇതിൽ 3 point ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന രീതി. In the classical conditioning by Pavlov, when one conditional stimulus is used to create another, it is called. എന്താണ്? പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒരു അനുബന്ധ ചോദകം ഉപയോഗിച്ച് മറ്റൊരു അനുബന്ധം രൂപപ്പെടുത്തുന്നതിനെ പറയുന്നത് എന്താണ്? എക്സ്റ്റിങ്ഷൻ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ഹയർ ഓർഡർ കണ്ടീഷനിങ്. ഇതിലേതാണ്? ഹയർ ഓർഡർ കണ്ടീഷനിങ് ആണ്. ഒരു അനുബന്ധ ചോദകം ഉപയോഗിച്ച് മറ്റു അനുബന്ധ ചോദകത്തെ ഉണ്ടാക്കാൻ രൂപപ്പെടുത്തുന്നതിന് ഇവിടെ കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്തയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത്. 4ാമത്തെയാണ്. ഡി ആണ് അതിന്റെ ഉത്തരം കേട്ടോ. One of the student of the class 1 took admission without any pre-primary education. As a teacher, what action will you take to promote the learning of the students? നോക്കൂ, 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ ഒരു കുട്ടി യാതൊരു പ്രീ പ്രൈമറി പഠനവും നേടാതെയാണ് ആ കുട്ടി എത്തിയിട്ടുള്ളത്. അതായത് KG-യിലൊന്നും പോവാതെ നേരിട്ട് 1ാം ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ കുട്ടിയുടെ പഠന പുരോഗതിക്കായിട്ട് നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നാണ് ചോദ്യം. ഉത്തരങ്ങൾ നോക്കൂ. ഏതൊക്കെയാണ്? എ ഓപ്ഷൻ എന്താണ്? ടെൽ the parent to give special tuition to the child. കുട്ടിക്ക് സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കാൻ പാരന്റിനോട് പറയും. Students may be given additional homework. കുട്ടിക്ക് കൂടുതൽ ഹോംവർക്ക് കൊടുക്കും. Student may be given special attention in the classroom and individual support may be given. കുട്ടിക്ക് പ്രത്യേക പരിഗണന ക്ലാസ്സിൽ കൊടുക്കും. വ്യക്തിഗത പിന്തുണ നൽകും. ഇതിലേതാണ് നമ്മൾ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും കുട്ടിക്ക് ഉയർന്ന പരിഗണന നൽകുകയും വ്യക്തിഗത പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. സി ആണ് അതിന്റെ ഉത്തരം. Teacher gave a problem in the class. Amal did it an alternate and novel way. The behavior of Amal depicts. ടീച്ചർ ക്ലാസ്സിൽ ഒരു പ്രശ്നം നൽകി. മറ്റുള്ള കുട്ടികൾ ചെയ്ത പോലെയല്ല അമൽ ചെയ്തത്. അമൽ ഒരു ഡിഫറെന്റ് രീതിയിലാണ് ചെയ്തത്. ഇത് അമലിന്റെ എന്തിനെയാണ് കാണിക്കുന്നത്? ആപ്റ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ, ക്രിയേറ്റിവിറ്റി, ഇൻട്രസ്റ്റ്. അഭിഭാവം, അഭിപ്രേരണ, ക്രിയാത്മക ചിന്ത, താല്പര്യം. ഏതാണ്? ക്രിയാത്മക ചിന്തയാണ്, ക്രിയേറ്റിവിറ്റിയാണ്. ആ കുട്ടിയുടെ കഴിവിനെയാണ് അതിലവിടെ കാണിക്കുന്നത്. ക്രിയേറ്റിവിറ്റിയാണ് അതിന്റെ ആൻസർ.
According to Dash, specific language elements and grammar are growing in the mind of the child through universal grammar. സാർവലൗകിക ഭാഷാ വ്യാകരണത്തിലൂടെ ഭാഷാ ഘടകങ്ങളും വ്യാകരണവും കുട്ടിയുടെ മനസ്സിൽ വളരുകയാണ് എന്ന് സൂചിപ്പിച്ചത് ഡാഷ് ആണ്. ആരാണ്? നോം ചോംസ്കി, ഹാവാർഡ് ഗാർഡ്നർ, ആൽഫ്രഡ് ബിനെറ്റെ, ചാൾസ് പിയർമാൻ. ആരാണ്? നോം ചോംസ്കിയാണ് അത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്. അടുത്തത്, ഇമോഷണൽ ഇന്റലിജൻസ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ. വൈകാരിക ബുദ്ധിയെ പ്രചരിപ്പിച്ചത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ, ഹാർവാർഡ് ഗാർഡ്നർ, ആൽഫ്രഡ് ബിനെറ്റ്, ചാൾസ് പിയർമാൻ. ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ് വൈകാരിക ബുദ്ധിയെ പ്രചരിപ്പിച്ചത്. ഇമോഷണൽ ഇന്റലിജൻസിനെ കൂടുതലായി പ്രചരിപ്പിച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് ഡാഷ്. വിമർശനാത്മക ചിന്ത എന്നത് ഡാഷ് ആണ്. എന്താണ്? ക്രിട്ടിസൈസിങ് ദ വേ അതർ പീപ്പിൾ തിങ്ക്. മറ്റുള്ളവരുടെ ചിന്തകളെ വിമർശിക്കുക. യൂസിങ് സ്പെസിഫിക് തിങ്കിങ് സ്കിൽസ് ടു റീച്ച് റീസണബിൾ കൺക്ലൂഷൻസ്. പ്രത്യേക ചിന്താ നൈപുണികൾ പ്രയോജനപ്പെടുത്തി ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുക. ക്വസ്റ്റ്യനിങ് എവറിഥിങ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുപാടും കാണുന്നതിന് എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ഡയറക്റ്റ് തിങ്കിങ് ആസ് പെർ ഇൻസ്ട്രക്ഷൻസ്. നിർദ്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിന്ത. ഇതിലേതാണ് ശരിയായ ഉത്തരം? തീർച്ചയായിട്ടും യൂസിങ് സ്പെസിഫിക് തിങ്കിങ് സ്കിൽസ് ടു റീച്ച് റീസണബിൾ കൺക്ലൂഷൻസ്. പ്രത്യേക ചിന്താ നൈപുണികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതാണ് ശരിക്കുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ബി ആണ് അതിൻ്റെ ഉത്തരം. ദ മോസ്റ്റ് ഇന്റൻസ് ആൻഡ് ക്രിട്ടിക്കൽ സോഷ്യലൈസേഷൻ ടേക്സ് പ്ലേസ്. തീവ്രവും നിർണായകവുമായ സാമൂഹ്യവൽക്കരണം നടക്കുന്നത് എപ്പോഴാണ്? ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്, ബാല്യകാലത്ത്. ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്ത്. ഡ്യൂറിങ് അഡോളസെൻസ്, കൗമാരകാലത്ത്. ഡ്യൂറിങ് അഡൽട്ട്ഹുഡ്, മുതിർന്ന കാലത്ത്. തീവ്രവും നിർണായകവുമായ സാമൂഹ്യവൽക്കരണം നടക്കുന്നത് യാതൊരു സംശയമില്ല അഡോളസെൻസ് ഏജിലാണ് കേട്ടോ. സി ആണ് അതിന്റെ ഉത്തരം, കൗമാരകാലത്ത് എന്നുള്ളത്. അടുത്ത ചോദ്യം, ടു കേറ്റർ ദ നീഡ്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൊവൈഡഡ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു? ചുവടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? അഡാപ്റ്റഡ് ടെക്സ്റ്റ് ബുക്സ്, ആക്ടിവിറ്റി ബുക്സ്, റിസോഴ്സ് ടീച്ചേഴ്സ്, ഓൾ ദ അബവ്. എന്തൊക്കെയാണ്? അനുരൂപീകരിച്ച പാഠപുസ്തകങ്ങൾ, അഡാപ്റ്റഡ് ടെക്സ്റ്റ് ബുക്സ്, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ, ആക്ടിവിറ്റി പ്രവർത്തന പുസ്തകങ്ങൾ, ആക്ടിവിറ്റി ബുക്സ് എന്ന് പറഞ്ഞാൽ പ്രവർത്തന പുസ്തകങ്ങൾ, റിസോഴ്സ് ടീച്ചേഴ്സ്, അവർക്ക് റിസോഴ്സ്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധ്യാപകര്. ഓൾ ദ അബവ്, മുകളിൽ കൊടുത്തവയെല്ലാം. തീർച്ചയായിട്ടും മുകളിൽ കൊടുത്തവയെല്ലാം കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മള് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കുറച്ചിവിടെ ആൻസർ ചെയ്തത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നമസ്തേ.